നടിയെ ആക്രമിച്ച കേസിൽ അന്തിമവിധി ഡിസംബർ 8-ന് 8 വർഷത്തിലധികം നീണ്ട വിചാരണ നടപടികൾക്ക് ശേഷമാണ് കേസിൽ വിധി പ്രസ്താവിക്കുന്നത്. നടൻ ദിലീപ് അടക്കം കേസിലെ മുഴുവൻ പ്രതികളും കോടതിയിൽ ഹാജരാക്കണമെന്ന് ജഡ്ജി ഹണിയം വർഗീസ് ഉത്തരവിട്ടു. കൊട്ടേഷൻ പ്രകാരം അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്താൻ നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നാണ് കേസ്. നീണ്ട വർഷത്തെ വിചാരണ നടപടിക്രമങ്ങൾക്ക് ശേഷം കഴിഞ്ഞ വർഷമാണ് അന്തിമവാദം പൂർത്തിയായത്. നീതിക്കായി അതിജീവിതയുടെ പോരാട്ടം ഫലം കാണാൻ ഇനി ദിവസങ്ങൾ മാത്രം. പൾസർ സുനി 1-ാം പ്രതിയും നടൻ ദിലീപ് 8-ാം പ്രതിയുമായ കേസിൽ വിധി എന്താകുമെന്നറിയാനുള്ള കാത്തിരിപ്പാണിനി. ആദ്യ കുറ്റപത്രത്തിലെ ഏതാനും പേരെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ചിലർ മാപ്പുസാക്ഷിയുമായി. 2018 മാർച്ച് 8-ന് വിചാരണ നടപടികൾ ആരംഭിച്ച കേസിൽ അതിജീവിതയുടെ ആവശ്യപ്രകാരമാണ് പ്രത്യേക വനിതാ ജഡ്ജിയായി ഹണിയം വർഗീസിനെ ഹൈക്കോടതി നിയോഗിച്ചത്. രഹസ്യ വിചാരണയാണ് പിന്നീട് നടന്നത്. സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകളെ തുടർന്ന് ക്രൈംബ്രാഞ്ച് തുടരന്വേഷണം നടത്തിയതിന് പിന്നാലെ കേസിൽ 2-ാം കുറ്റപത്രവും സമർപ്പിച്ചു. 261 സാക്ഷികളെ വിസ്തരിച്ച കേസിൽ 28 പേർ കൂറുമാറുകയും ചെയ്തു. പൾസർ സുനിയടക്കം 5 പ്രതികൾ ഇന്ന് കോടതിയിൽ നേരിട്ട് ഹാജരായിരുന്നു. ഡിസംബർ 8-ന് വിധി പറയുമ്പോൾ കേസിലെ 10 പ്രതികളും ഹാജരാകണമെന്ന നിർദ്ദേശമാണ് വിചാരണ കോടതി നൽകിയിരിക്കുന്നത്. മീഡിയ 1, കൊച്ചി.